1995 മലപ്പുറത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചൊരു കൊലപാതകം. ഓട്ടോ ഡ്രൈവറായ മനാഫിനെ പട്ടാപ്പകലാണ് ഒതായി അങ്ങാടിയിലിട്ട് വെട്ടിക്കൊന്നത്. മുൻ MLA PV അൻവറും പിതാവും ബന്ധുക്കളും ഉൾപ്പെടെ 26 പേർ പ്രതികളായ കേസ്. എന്നാൽ കൊലപാതകത്തിന് ശേഷം പ്രധാന പ്രതികളെല്ലാം നാടുവിട്ടു. അൻവർ ഉൾപ്പെടെ 21 പേരെ കോടതി പിന്നീട് വെറുതെ വിട്ടു. ദൃക്സാക്ഷികളൊക്കെ ഉണ്ടായിട്ടും സത്യം തെളിയിക്കാൻ 3 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടം. ഒടുവിൽ മനാഫിനെ കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒന്നാം പ്രതി മാനങ്ങാടൻ ഷെഫീക്ക് കുറ്റക്കാരനെന്നാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി. ശിക്ഷ ശനിയാഴ്ച പ്രഖ്യാപിക്കും. ഷെഫീക്കിനൊപ്പം പ്രതി ചേർക്കപ്പെട്ട 3 പേരെ കൂടി കോടതി വെറുതെ വിട്ടു. ഏപ്രിൽ 13 ഒതായി മനാഫ് കൊല്ലപ്പെട്ടത്. ഒതായി അങ്ങാടിയിലിട്ട് പട്ടാപ്പകലാണ് ഓട്ടോ ഡ്രൈവർ കൂടിയായ മനാഫിനെ വെട്ടിക്കൊന്നത്. വ്യക്തിവിരോധമായിരുന്നു കൊലയ്ക്ക് കാരണം. മുൻ MLA PV അൻവറും അൻവറിന്റെ പിതാവ് ഷൗക്കത്ത് അലിയും അൻവറിന്റെ സഹോദരി പുത്രന്മാരും അടക്കം കേസിൽ മൊത്തം 26 പേരെ പ്രതി ചേർത്തു. സംഭവത്തിന് പിന്നാലെ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീക്ക്, മൂന്നാം പ്രതി മാലങ്ങാടൻ ഷെരീഫ്, 17-ാം പ്രതി നിലമ്പൂർ സ്വദേശി മുനീബ്, 19-ാം പ്രതി എളമരം സ്വദേശി കബീർ എന്ന ജാബിർ എന്നിവർ നാടുവിട്ട് വിദേശത്ത് അഭയം തേടി. ഒടുവിൽ ഇന്റർപോളിന്റെ അടക്കം സഹായത്തോടെയാണ് ഇവരെ പിടികൂടിയത്. 2019-20 കാലത്താണ് ഇവരെ നാട്ടിലെത്തിക്കാനായത്. ഒടുവിൽ വിചാരണ പൂർത്തിയായപ്പോൾ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീക്ക് മാത്രമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഒതായിലെ മനാഫ് വധക്കേസിലെ ഒന്നാം പ്രതി ഷെഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2, 3, 4 പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. 30 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. 30 വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി. ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. PV അൻവറിന്റെ സഹോദരി മകനാണ് പ്രതി. ഒരാളെയെങ്കിലും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിൽ ആശ്വാസമെന്ന് മനാഫിന്റെ കുടുംബം. ബാക്കിയുള്ള ഈ ഒളിവിൽ പോയ 10-25 വർഷക്കാലത്തോളം ദുബായിലും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ 4 പ്രതികളെ അവരെ ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിലും കോടതിയിൽ എത്തിക്കുന്നതിലുമൊക്കെ ഞങ്ങൾ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ഹൈക്കോടതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഈ PV അൻവർ മുൻ MLA PV അൻവറിൻ്റെ സഹോദരി പുത്രന്മാർ എന്നുള്ളതിൽ ഉള്ള എന്നുള്ള സമ്മർദ്ദം ഒരു MLA എന്നുള്ള നിലയിൽ സർക്കാരിനുണ്ടായിട്ടുണ്ടാവാം. ഏതായിരുന്നാലും സർക്കാർ ഇവിടെ സൂചിപ്പിച്ച പോലെ സർക്കാരിൻ്റെ സഹായമൊന്നുമില്ലാതെ തന്നെ ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയിരുന്നു. 2009 PV അൻവർ ഉൾപ്പെടെ 21 പ്രതികളെ വെറുതെ വിട്ടു. ഏറ്റവും ഒടുവിൽ വിചാരണ നേരിട്ട 4 പ്രതികളിൽ 3 പേരെയും കോടതി വെറുതെ വിട്ടു. ഒന്നാം പ്രതിയുടെ സഹോദരനും മൂന്നാം പ്രതിയുമായ മാലങ്ങാടൻ ഷെരീഫ്, 17-ാം പ്രതി നിലമ്പൂർ സ്വദേശി മുനീബ്, 19-ാം പ്രതി എളമരം സ്വദേശി കബീർ എന്ന ജാബിർ എന്നിവരെയാണ് വെറുതെ വിട്ടത്. പ്രതികളെ വെറുതെ വിട്ട നടപടിയെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മനാഫിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കി. നേരത്തെ അൻവർ അടക്കമുള്ളവരെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജിയും കുടുംബം നൽകിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം.